നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സിമിലർ ട്രയാങ്കിൾസ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ പേജ് 100-ലെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർപെൻഡിക്കുലർ ഫ്രം ദി സ്ക്വയർ കോർണർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ കട്ട്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻറ്റു 2 പാർട്സ് ഓഫ് 2 and 3 centimeters ലെങ്ത്. അതായത് ഈ ട്രയാങ്കിളാണ് തന്നിരിക്കുന്നത്. ഇത് 90 ഡിഗ്രിയാണ്. ഇവിടുന്ന് താഴത്തേക്കൊരു പെർപെൻഡിക്കുലറാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 90 ഡിഗ്രി ആയത്. ഈ പെർപെൻഡിക്കുലർ, ഈ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ താഴത്തെ വശത്തെ 2 സെൻറ്റിമീറ്ററിലും 3 സെൻറ്റിമീറ്ററിലും ഭാഗിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് 2 small right triangles cut by perpendicular have same angles. അതായത് ഈ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ 2 സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ ആയില്ലേ, ഇതിന് ആംഗിൾ സെയിം ആയിരിക്കണം. ഈ 2 റൈറ്റ് ട്രയാങ്കിളിലും 2 സ്മോൾ ട്രയാങ്കിളിലും ആംഗിൾസ് സെയിം ആയിരിക്കണം എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതേപോലെ തന്നെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഇത് മൊത്തം 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇതിന് എ ബി സി, ഇവിടെ ഡി എന്നും പേര് കൊടുത്തു. നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ എ ഡി സിയും ഒരേ ആംഗിളാണെന്ന്, സെയിം ആംഗിൾസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യാൻ ആദ്യം നമുക്ക് ഇത് നോക്കാം. ഈ ആംഗിൾ എത്രയായിരിക്കും? നമ്മൾ ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി പഠിച്ചിട്ടില്ലേ? ഒരു ലൈനിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസാണ് ലീനിയർ പെയർ. അപ്പോൾ ഇത് ലീനിയർ പെയർ സം 180 ആണെന്നറിയാമല്ലോ. രേഖീയ ജോഡികളുടെ തുക 180 അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? 90 ഡിഗ്രി. 90 + 90 180. അപ്പോൾ നമുക്ക് എ ബി ഡിയിലെയും എ ഡി സിയിലെയും ഓരോ ആംഗിൾ കിട്ടിയല്ലോ. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഡി നമുക്ക് ആദ്യം പരിഗണിക്കാം. അതിനകത്ത് ആംഗിൾ ബി ഡി എ അല്ലേ, ആംഗിൾ ബി ഡി എ എത്ര വരും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണ് വേണ്ടത്. അപ്പം 180 - 90 = 90 എന്ന് കിട്ടും. എന്തുകൊണ്ടാണ്? ലീനിയർ പെയർ. ഇനി നമുക്ക് ഈ ആംഗിൾ എക്സ് എന്നെടുക്കാം. ആംഗിൾ എ ബി ഡി നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? ലെറ്റ് ആംഗിൾ എ ബി ഡി = എക്സ്. അപ്പോൾ ഈ ആംഗിളും കിട്ടി, ഈ ആംഗിളും കിട്ടി. ഇനി ഈ ആംഗിൾ മാത്രം കണ്ടുപിടിച്ചാൽ പോരെ? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ. ഈ ആംഗിളിന് പറയുന്ന പേരെന്താണ്? ആംഗിൾ ബി എ ഡി. ആംഗിൾ ബി എ സി മുഴുവൻ 90 ആണെന്ന് തന്നിട്ടുണ്ട്. ബി എ ഡി എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180 ആണ്. അപ്പോൾ 2 ആംഗിൾ അറിയാമെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180-ൽ നിന്ന് കുറച്ചാൽ മതിയല്ലോ. ഈ 2 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 90 + എക്സ്. ഇത് എന്തിൽ നിന്ന് കുറയ്ക്കണം? 180-ൽ നിന്ന് കുറയ്ക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, 2 ടേം ഉള്ളപ്പോൾ ബ്രാക്കറ്റ് ഇടണം. ഈ മൈനസ് 90ക്കും ബാധകമാണ്, എക്സിനും ബാധകമാണ്, അല്ലെങ്കിൽ തെറ്റിപ്പോവും. 180 - ഇത് പ്ലസ് അല്ലേ, 90യും പ്ലസ് ആണ്, എക്സും പ്ലസ് ആണ്. മൈനസ് കൊണ്ട് 90യെ ഗുണിച്ചാൽ -90, മൈനസ് കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ -x. ഇതെന്ത് വരും? 180-ൽ നിന്ന് 90 കുറച്ചാൽ 90. 90 - എക്സ്. അപ്പം നമുക്ക് ഈ ആംഗിൾ എന്ത് കിട്ടി? 90 - എക്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് ട്രയാങ്കിൾ എ ഡി സി പരിഗണിക്കാം. ഇൻ ട്രയാങ്കിൾ എ ഡി സി ഏത് ആംഗിൾ 90 ആണെന്ന് നമുക്കറിയാം. ആംഗിൾ എ ഡി സി = 90. പിന്നെ ആംഗിൾ ബി എ സി മുഴുവൻ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആംഗിൾ ബി എ സി മുഴുവനായിട്ടും 90 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്, ഗിവൺ. ഇത് മുഴുവൻ 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്രയാണെന്നാണ് കിട്ടിയത്? 90 - എക്സ്. അപ്പോൾ ഈ ആംഗിൾ കിട്ടാൻ 90 - എക്സ് ചെയ്താൽ പോരെ? അപ്പോൾ ഈ ആംഗിൾ ഏതാണ്? ആംഗിൾ ഡി എ സി. ആംഗിൾ ഡി എ സി സമം 90
മൈനസ്, അതായത് ആംഗിൾ BACയിൽ നിന്ന് ഈ ആംഗിൾ കുറച്ചാൽ മതി. ഈ ആംഗിൾ എത്രയാണ്? 90 മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ 2 ടേം ഉള്ളതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഇട്ടു. ഇനി ഞാൻ ബ്രാക്കറ്റ് മാറ്റുന്നു. 90 മൈനസ് 90 പോസിറ്റീവാണ്, മൈനസ് കൊണ്ട് 90യെ ഗുണിച്ച് മൈനസ് 90 മൈനസ് ഇൻറ്റു മൈനസ് എക്സ് എന്താവും? പ്ലസ് എക്സ്. 2 മൈനസ് ഗുണിക്കുമ്പോൾ പ്ലസ് ആകത്തില്ലേ? അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? 90 മൈനസ് 90 0 എക്സ്. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? എക്സ്. നിങ്ങൾ നോക്കിക്കേ, ആംഗിൾ BAD 90 മൈനസ് എക്സ് ആണ്, ഈ ആംഗിൾ എക്സ് ആണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ മൈനസ് എക്സും പ്ലസ് എക്സും വെട്ടിപ്പോയി ആംഗിൾ BAC 90 വന്നല്ലോ. ഇനി നമുക്ക് ഈ മൂന്നാമത്തെ ആംഗിളായ ആംഗിൾ ACD കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ ACD ഈക്വൽ ടു ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പം 180യിൽ നിന്ന് 90 പ്ലസ് എക്സ്, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 90 പ്ലസ് എക്സ് അല്ലേ? കുറച്ചപ്പോൾ 180 മൈനസ് 90 പ്ലസ് എക്സ്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. 180 മൈനസ് 90 മൈനസ് എക്സ്. 180ന് 90 കുറച്ചാൽ എത്രയാണ്? 90 മൈനസ് എക്സ്. അപ്പോൾ ഈ ആംഗിൾ എന്ത് കിട്ടി? 90 മൈനസ് എക്സ് കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിൾ ABDയിലെയും ട്രയാങ്കിൾ ADCയിലെയും ആംഗിൾസ് എല്ലാം തുല്യമാണെന്ന് കിട്ടിയല്ലോ. ഒരു ട്രയാങ്കിൾ ABDയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? എക്സ്, 90 മൈനസ് എക്സ് 90. ട്രയാങ്കിൾ ADCയിലും അത് തന്നെയല്ലേ? എക്സ് 90 മൈനസ് എക്സ് ഇവിടെ ഉണ്ട്, ഇവിടെ 90 മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ 90 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ ആയാലും. ഇനി അതിൻ്റെ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ. ടേക്കിംഗ് ദി ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ആസ് എച്ച്, പ്രൂവ് ദാറ്റ് h/2 ഈക്വൽ ടു 3/h. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിട്ടുണ്ട്. ഇത് h ആയിട്ട് എടുത്താൽ നമുക്ക് h/2 ഈക്വൽ ടു 3/h എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ തൊട്ട് മുമ്പേ കണ്ടു, ട്രയാങ്കിൾ ABDയിലെയും ട്രയാങ്കിൾ ADCയിലെയും ആംഗിൾസ് തുല്യമാണെങ്കിൽ ഈ 2 ട്രയാങ്കിളിനെ എന്തു പറയാം? സിമിലർ ട്രയാങ്കിൾസ് അഥവാ സദൃശ്യ ത്രികോണങ്ങൾ എന്ന് പറയാം. 2 ട്രയാങ്കിൾ സദൃശ്യ ത്രികോണങ്ങളാണെങ്കിൽ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ഒരേ അംശബന്ധത്തിലാണ്. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഒരേ കോണുകളുള്ള ത്രികോണങ്ങളിൽ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ നീളം മാറുന്നത് ഒരേ തോതിലാണ്. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ. ഇത് രണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ ആംഗിൾസ് ഏതൊക്കെയായിരുന്നു? ഇത് എക്സ് ആകുമ്പോൾ ഇത് എക്സ് ആണ്, പിന്നെ ഏതാണ് എക്സ്? ABDയിൽ ഇത് എക്സ് ആണ്, പിന്നെ ഇത് എക്സ് ആണ്. അതാണ് ഒരു ജോഡി തുല്യ ആംഗിൾ. പിന്നെ ഇത് കിട്ടിയത് നമുക്ക് എത്രയാണ്? 90 മൈനസ് എക്സ് എന്നാണ് കിട്ടിയത്. 90 മൈനസ് എക്സ്. അപ്പോൾ 90 ഇതും എത്രയാണ്? 90 മൈനസ് എക്സ് ആണ്. പിന്നെ ഇത് 90 ആണ്. അപ്പോൾ ഏത് 90 ആണ്? ഈ ആംഗിളും 90 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. അതുപയോഗിച്ചാണ് നമ്മൾ h/2 ഈക്വൽ ടു 3/h എന്ന് തെളിയിക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യം ട്രയാങ്കിൾ ADCയിലെ ആംഗിൾസാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ഡിഗ്രിക്കെതിരെയുള്ള സൈഡ് എഴുതാം. എക്സ് ഡിഗ്രി ആംഗിൾ എക്സ് എതിരെ ട്രയാങ്കിൾ ADCയിലെ സൈഡ് ഏതാണ്? DC എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 3. അപ്പോൾ 3 ഈ ട്രയാങ്കിൾ എക്സിനെതിരെയുള്ള സൈഡ് h, 3/h. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് h ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇനി 90 മൈനസ് എക്സ് എന്നുള്ള ആംഗിൾ എടുക്കാം. 90 മൈനസ് എക്സ്.
ഈ ട്രയാങ്കിളിലെ എക്സിനെതിരെയുള്ള സൈഡാണല്ലോ നമ്മളിവിടെ ആദ്യം എഴുതിയത്. അപ്പം ഈ റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും ഈ ട്രയാങ്കിൾ തന്നെ ആദ്യം എഴുതണം. അപ്പം 90 മൈനസ് എക്സിനെതിരെയുള്ള സൈഡ് ഏതാണ്? എച്ച് ബൈ ഇവിടെ 90 മൈനസ് എക്സിനെതിരെയുള്ള സൈഡ് ഏതാണ്? ബി ഡി. അതെത്രയാന്ന് തന്നിട്ടുണ്ട്? 2 സെൻറ്റിമീറ്റർ. ഇനി ഈ ട്രയാങ്കിൾ തന്നെ ആദ്യം പരിഗണിക്കണം. 90-നെതിരെയുള്ള സൈഡ് അത് നമുക്ക് തന്നിട്ടുണ്ടോ? എത്രയാന്ന്? ഇല്ല. ഏതാണ്? എ സി ബൈ ഇവിടെ 90-നെതിരെയുള്ള സൈഡ് ഏതാണ്? എ ബി. അപ്പം നമുക്ക് ഈക്വൽ ആംഗിൾസിനെതിരെയുള്ള സൈഡ്സിൻ്റെ റേഷ്യോ കിട്ടിയല്ലോ. ഈ 3 റേഷ്യോയും സെയിം ആണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? 3/h ഈക്വൽ ടു h/2 ഈക്വൽ ടു AC ബൈ എ ബി. നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? h/2 ഈക്വൽ ടു 3/h. അപ്പോൾ നമുക്ക് ഇത് രണ്ടും മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 3/h ഈക്വൽ ടു h/2 ആണല്ലോ. പിന്നെ ഇതാദ്യം വേണമെങ്കിലും എഴുതാം. h/2 ഈക്വൽ ടു 3/h. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ. ഇവിടുത്തെ ലാർജ് ട്രയാങ്കിൾ ഏതാണ്? എ ബി സി. എ ബി സിയുടെ പെർപെൻഡിക്കുലർ സൈഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമല്ലാത്ത സൈഡ്. ഏതാണ് ഹൈപ്പോട്ടന്യൂസ്? ഇതാണ് ലാർജ് ട്രയാങ്കിളിൽ 90 ഡിഗ്രി ആംഗിൾ BAC 90 തന്നിട്ടില്ലായിരുന്നോ? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ്. അപ്പോൾ ഇവിടുത്തെ കർണം ഏതാണ്? BC. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം BC ആണ്. അപ്പം BC അല്ലാത്ത AB-യും AC-യുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് എന്ത്? പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബവശങ്ങൾ. അപ്പം നമുക്ക് AB-യും AC-യും ആണ് കണ്ടുപിടിക്കേണ്ടത്. തൊട്ട് മുമ്പേ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്? h/2 ഈക്വൽ ടു 3/h. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഈ h ഇപ്പുറത്ത് വന്നാൽ എന്താവും? h ഇൻറ്റു h ഈക്വൽ ടു ഈ 2 ഇപ്പുറത്ത് വന്നാൽ എന്താവും? 3 ഇൻറ്റു 2. അപ്പോൾ h ഇൻറ്റു h സ്ക്വയർ അല്ലേ? h 2 പ്രാവശ്യം ഗുണിച്ചാൽ h സ്ക്വയർ. ഇവിടെ 1 ഉണ്ട് 1 + 1 2 6. അപ്പോൾ h സമയം എന്ത് വരും? √6. h സ്ക്വയർ 6 ആണെങ്കിൽ h സമം √6 ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഈ ലെങ്ത് എത്രയാണെന്ന് കിട്ടി? √6. അപ്പോൾ ട്രയാങ്കിൾ ABD ഇത് 90 ഡിഗ്രിയാണ്, ഇത് 2 ആണ്, ഇത് √6 ആണ്. അപ്പോൾ നമുക്ക് ഈ ABDയിൽ നിന്ന് AB കണ്ടുപിടിക്കാമല്ലോ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമല്ലേ? അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട ഏതാണ്? ഇൻ ട്രയാങ്കിൾ ABDയിൽ AB ഈക്വൽ ടു കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 2 സ്ക്വയർ പ്ലസ് √6 സ്ക്വയർ. 2 സ്ക്വയർ എത്രയാണ്? 4. √6ൻ്റെ സ്ക്വയർ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? √6 സ്ക്വയർ √6 ഇൻറ്റു 6 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? √10. AB സമയം എന്ത് വരും? √10. കൃത്യമായ റൂട്ടുണ്ടോ? ഇല്ല. അപ്പോൾ AB സമം √10 എന്നെഴുതിയാൽ മതി. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ABC AB സമം √10. അതുപോലെ തന്നെ ട്രയാങ്കിൾ ADC ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? 90 ഡിഗ്രിക്ക് എതിരെയുള്ള AC ആണ് ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ AC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ബേസ് പാദം 3 ആണെന്നും ഓൾട്ടിറ്റ്യൂഡിൽ ഇത് √6 ആണെന്നും നമുക്കറിയാം. അപ്പോൾ നമുക്ക് AC സമയം എന്ത് വരും? √3 സ്ക്വയർ പ്ലസ് √6 സ്ക്വയർ. അതായത് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. √3 സ്ക്വയർ പ്ലസ് √6 സ്ക്വയർ. അപ്പോൾ √9 പ്ലസ് √6ൻ്റെ സ്ക്വയർ 6. അപ്പോൾ എത്ര വന്നു?
√15. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിൽ എ സി സമം എന്ത് കിട്ടി? √15. ലംബവശങ്ങൾ കിട്ടിയല്ലോ, √15. ഇനി ഇതിലെ 4th ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ഇഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി സ്ക്വയർ കോർണർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ divides the opposite side into parts of length A and B, and if the length of the perpendicular is h, then h square equal to AB. നേരത്തെ അതേ ട്രയാങ്കിൾ തന്നെ നമുക്ക് ഇവിടെ 2 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും അല്ലേ തന്നത്. അതിന് പകരം എയും ബിയും ആണെങ്കിൽ നമുക്ക് എന്ത് തെളിയിക്കണം? h സ്ക്വയർ ഈക്വൽ ടു AB എന്ന് തെളിയിക്കണം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ എ ഡി സിയും സിമിലർ ട്രയാങ്കിളാണെന്ന് നമുക്കറിയാം. അപ്പം സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ എന്നറിയാം. അപ്പം നമ്മൾ ഈ ട്രയാങ്കിൾ ആദ്യം പരിഗണിക്കാം. ഈ ട്രയാങ്കിളിൽ എക്സ് ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് ഏതാണ്? ഡി സി. അത് നമ്മൾ എന്തായിട്ടെടുത്തു? ബി. റേഷ്യോ എഴുതുകയാണ് ബി ബൈ, ഇവിടെ എക്സ് ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് ഈ പെർപെൻഡിക്കുലറാണ്, അത് എച്ച് ആണല്ലോ. അപ്പം ബി ബൈ എച്ച്. ഇനി 90 മൈനസ് എക്സിനെതിരെയുള്ള ഇത് ഈ ട്രയാങ്കിളാണ് ആദ്യം പരിഗണിച്ചത്. അപ്പോൾ ഇതിലെ സൈഡ് തന്നെ ആദ്യം എഴുതണം. 90 മൈനസ് എക്സിനെതിരെയുള്ള സൈഡ് എ ഡി ആണ്, അത് എച്ച് ആണ്. എച്ച് ബൈ ഇവിടെ 90 മൈനസ് എക്സിനെതിരെയുള്ള സൈഡ് ബി ഡി ആണ്, അത് എ ആണ്. അപ്പോൾ ആ റേഷ്യോ എച്ച് ബൈ എ എന്ന് വരും. പിന്നെ ഇനി 90ക്കെതിരെയുള്ള സൈഡ്സ്, 90ക്കെതിരെയുള്ള സൈഡ്സ് എന്ത് വരും? ഈ ട്രയാങ്കിൾ തന്നെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. എ സി ബൈ ഇവിടെ 90ക്കെതിരെയുള്ള സൈഡിൻ്റെ ലെങ്ത് ഒന്നും തന്നിട്ടില്ല, അപ്പോൾ എ ബി. ഈ 3 റേഷ്യോയും സെയിം ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബി ബൈ എച്ച് ഈക്വൽ ടു എച്ച് ബൈ എ ഈക്വൽ ടു എ സി ബൈ എ ബി. നമുക്ക് ഇത് രണ്ടും മാത്രം മതി. അപ്പോൾ ഇത് രണ്ടും എടുക്കുന്നേ. അപ്പോൾ ബി ബൈ എച്ച് ഈക്വൽ ടു എച്ച് ബൈ എ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ബി ബൈ എ സമത്തിനിപ്പുറം വരുമ്പോൾ എന്ത് വരും? ബി ഇൻറ്റു എ. എച്ച് ഇൻറ്റു ഈ ബൈ എച്ച് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി? എച്ച്. അപ്പോൾ എന്ത് വരും? ബി എ സമം എച്ച് സ്ക്വയർ അല്ലേ. ഇതിനെ നമുക്ക് എച്ച് സ്ക്വയർ സമം ബി എ. ബി എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ആണല്ലോ. അതായത് എച്ച് സ്ക്വയർ സമം എ ബി എന്ന് എഴുതാമല്ലോ. അതല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്.